ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പഴയകാല റെസിപ്പിയാണ്, നാടൻ റെസിപ്പി. അവൽ വിളയിച്ചതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലേഴ്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ, അല്ലെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്നും ഉരുകണ്ട, അത് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്, എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചെറുതായിട്ടൊന്ന് അതിലത്തെ ഒരു വെള്ളമായിക്കൊന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടൊന്ന് മുരിച്ചിട്ടൊന്നും എടുക്കണ്ട, അതിലത്തെ വെള്ളമായി ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കരയാണ്. ഇപ്പോൾ 3 അച്ച് ശർക്കര ഞാൻ ഉരുക്കിയപ്പോൾ അതിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഉരുക്കിയത്. അപ്പോൾ 1 കപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. എനിക്കിതൊരു മധുരം കറക്റ്റാണ്. നന്നായിട്ടൊന്ന് തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ, ശർക്കരയിൽ ആ തേങ്ങ ഒക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലത്തെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റി വരണം, ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട, എന്നാലും അതിലത്തെ വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. മട്ട അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവലാണ്. ഇത് കുറച്ച് നിങ്ങൾക്ക് ക്രിസ്പി ഇല്ലെങ്കിൽ വേണമെങ്കിൽ അവലൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ അവൽ വേറെ റോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവലും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 3 കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 കപ്പ് അവലും 3 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവലും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട്, ശർക്കര കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 to 1 ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലേവർ എത്ര വേണം അതിനനുസരിച്ച്. ചില ആൾക്കാർ ഏലക്കയുടെ ഫ്ലേവറൊന്നും ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, തനതായ അവലിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമാണെങ്കിൽ. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ. ഇത് ഓപ്ഷനിലാണ്, അവസാനം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവറാണ് നിൽക്കുന്നത്. അപ്പോൾ ഇടയിലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവലിവിടെ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട്, കാഷ്യൂ, പൊട്ടുകടല ഒക്കെ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഒരു 3 ടീസ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കതിലേക്കൊരു 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ടൊന്ന് കളർ മാറിയാൽ മതി. പിന്നെ അതിലേക്കൊരു 10-20 കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. 2ആയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് തന്നെ, 1/4 കപ്പിലും കുറവ് കറുത്ത മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കൂടുതൽ നട്ട്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണൊക്കെ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ഞാൻ അധികം ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞ് വരണ്ട, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടൊന്ന് വന്നാൽ മതി. അപ്പോൾ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വേണമെങ്കിൽ ആദ്യം ചെയ്തെടുക്കാം, അവസാനം ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമുക്കത് നമ്മൾ വിളച്ച് വെച്ച അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂവും കിസ്മിസും എല്ലാതും പൊട്ടുകടലൊക്കെ എല്ലാ അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതൊരു പഴയകാല വിഭവമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്.
ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പിറ്റേന്ന് ഇന്നിപ്പോൾ തന്നെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇത് കുറേ നാൾ കേടുവരാതിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും പുറത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് കൊടുത്തയക്കുകയും ചെയ്യാം. കാരണം കുറേ നാൾ കേടുവരാതിരിക്കുമല്ലോ, പുറത്ത് തന്നെ കുറേ നാളിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിതിൽ കൂടുതൽ എന്താണ് വേറെ എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം, പിന്നെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ നമുക്ക് മൂടി വെച്ച് പുറത്ത് തന്നെ കുറച്ച് നാൾ വെക്കാം. കുറച്ച് നാൾ കഴിഞ്ഞ് ഫ്രിഡ്ജിലും വെക്കാം. അങ്ങനെ പെട്ടെന്ന് കേടില്ല, എല്ലാം വിളയിച്ച് നന്നായിട്ട് എടുത്താണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ടൊക്കെ വരാം. താങ്ക് യു.